റീഡിംഗ് ലിറ്ററേച്ചർ 2 കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 28 മാർക്സിനാണ്. 1 അവർ എക്സാം ആണ് നിങ്ങൾക്ക്. അപ്പോൾ പാർട്ട് എ, പാർട്ട് ബി ആൻഡ് പാർട്ട് സി ഇങ്ങനെയാണ് ഡിവിഷൻ പോകുന്നത്. പാർട്ട് എയിൽ 1 മാർക്ക് ക്വസ്റ്റ്യൻസും പാർട്ട് ബിക്കകത്ത് 2 മാർക്ക് ക്വസ്റ്റ്യൻസും പാർട്ട് സിയിൽ 4 മാർക്സ് ക്വസ്റ്റ്യൻസും. സോ നമുക്ക് ഓരോ ചാപ്റ്ററിലെയും 1 മാർക്കും 2 മാർക്കും 4 മാർക്സും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നോക്കി പോവാം. അപ്പോൾ പാർട്ട് 1 ആണെന്നുണ്ടെങ്കിൽ റിമെമ്പർ അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡ്, ഇതാണ് നിങ്ങളുടെ കോഗ്നിറ്റീവ് ലെവൽ. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എല്ലാ ലെസൺസിൻ്റെയും ഓതേഴ്സിനെ ഒന്ന് റിമെമ്പർ ചെയ്ത് അല്ലെങ്കിൽ മെമ്മറൈസ് ചെയ്ത് വെച്ചേക്കുക. ആ ഓതേഴ്സിൻ്റെ തന്നെ മറ്റ് വർക്ക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് നോക്കി വെക്കുക. നിങ്ങൾക്ക് പഠിക്കാനുള്ള വർക്ക് അല്ലാതെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കുകൾ മെൻഷൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് നോക്കി വെക്കുക. അപ്പോൾ ഓതേഴ്സും അവരുടെ വർക്ക്സും പിന്നെ അതായത് നമുക്ക് പഠിക്കാനുള്ളതെങ്കിലും അറ്റ്ലീസ്റ്റ് നോക്കി വെക്കുക. നമുക്ക് പഠിക്കാനുള്ള വർക്ക്സിൻ്റെ ഓതേഴ്സിൻ്റെ പേര് കൃത്യമായിട്ടും ഓർത്ത് വെക്കുക. പിന്നെ അതുപോലെ തന്നെ അവരുടെ മറ്റ് വർക്ക്സുകൾ നോക്കി വെക്കാൻ പറ്റുമെങ്കിൽ, ഫേമസ് ആയിട്ടുള്ള മറ്റ് വർക്ക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് നോക്കുക. സോ ഫസ്റ്റ് മൊഡ്യൂളിനകത്ത് നമുക്ക് ബ്ലാക്ക്ബെറി പിക്കിങ്ങും എ പെയർ ഓഫ് മസ്റ്റാഷ്യൂസും ആണ് ഉള്ളത്. ബ്ലാക്ക്ബെറി പിക്കിംഗ് സീമസ് ഹീനിയുടെയും പെയർ ഓഫ് മസ്റ്റാഷ്യൂസ് മുൾക്ക് രാജ് ആനന്ദിൻ്റെയും കൂടിയാണ്. അപ്പോൾ നമുക്ക് ബ്ലാക്ക്ബെറി പിക്കിംഗ് ആരാണ് എഴുതിയെന്നുള്ള ക്വസ്റ്റ്യൻ വരാം. ഏത് ഫ്രൂട്ടിനെ കുറിച്ചാണ് ഈ പോയത്തിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്? ബ്ലാക്ക്ബെറി. ബ്ലൂബെറി എന്ന് എഴുതി വെക്കരുത്, ബ്ലാക്ക്ബെറി എന്നാണ്. പിന്നെ അതുപോലെ തന്നെ ബ്ലാക്ക്ബെറി പിക്കിംഗ് ഏത് സീസണുമായിട്ടാണ് അസോസിയേറ്റഡ് ആയിട്ടുള്ളത്? അതായത് പിന്നെ ഏത് സീസണിലാണ് ഈ ബ്ലാക്ക്ബെറി പിച്ചുന്നത് എന്നുള്ളത് പോയത്തിനകത്ത് അതെല്ലാം കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബെറീസിന് ഇവൻച്വലി എന്ത് പറ്റും? അതായത് കുട്ടികൾ ബെറീസ് പിച്ചുമ്പോൾ ഇവൻച്വലി ബെറീസിന് എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇവർ കണ്ടെയ്നേഴ്സിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ അത് എന്ത് പറ്റും? അത് ഫെർമെൻറ്റഡ് ആയി അത് നശിച്ചു പോവും, ഫൗൾ സ്മെല്ല് പ്രൊഡ്യൂസ് ചെയ്യും അല്ലേ. ആൻഡ് ഈ ഒരു പോയത്തിൻ്റെ ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദ പോയം ഏത് ഫീലിംഗ് ആണ് ഡോമിനേറ്റ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ പോയറ്റിന് വളരെ ഡിസപ്പോയിൻറ്റഡ് ആൻഡ് സാഡ് ആവുകയാണ്. ബിക്കോസ് എവറി ഇയർ ബ്ലാക്ക്ബെറി എന്ത് ചെയ്യുന്നുണ്ട്? റൂട്ട് ആവുന്നുണ്ട് അല്ലേ. സോ ആ ഒരു കാര്യം കൂടി നോക്കി വെക്കുക. എന്ന് വെച്ചാൽ നമുക്ക് ബ്ലാക്ക്ബെറി പിക്കിംഗ് എന്നുള്ള പോയം അവസാനിക്കുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ പോയത്തിന് അല്ലെങ്കിൽ നമ്മുടെ സ്പീക്കർ ഓഫ് ദ പോയത്തിന് അവസാനം എന്താണ് ഫീൽ ചെയ്യുന്നത് എന്നുള്ളത് നോക്കി വെക്കുക. നെക്സ്റ്റ് പെയർ ഓഫ് മസ്റ്റാഷ്യൂസിനകത്ത് വരുവാണെന്നുണ്ടെങ്കിൽ പെയർ ഓഫ് മസ്റ്റാഷ്യൂസ് ആരാണ് എഴുതിയെന്നുള്ള ക്വസ്റ്റ്യൻ. ഇതിനകത്ത് സെൻട്രൽ സിമ്പിൾ എന്താണ്? മസ്റ്റാഷ്യോ എന്ന് പറയുന്നത് ഒരു ഒരു സ്റ്റേറ്റസ് സിമ്പിളായിട്ട് എങ്ങനെ മാറുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതായത് ഒരാളുടെ മീശ വെച്ചിട്ട് എങ്ങനെയാണ് അയാളുടെ ക്ലാസ്, അയാൾ റിച്ച് ആണോ പുവർ ആണോ, അയാൾ ഏത് ക്ലാസ്സിൽ പെട്ട ആളാണെന്നുള്ളത് തിരിച്ചറിയുന്നത്. ഓക്കെ. ഏത് സോഷ്യൽ ഇഷ്യൂ ആണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻ വരാം. ഏത് സോഷ്യൽ ഇഷ്യൂ ആണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ മസ്റ്റാഷ്യൂസ് വെച്ചിട്ട് എങ്ങനെയാണ് ഒരാളെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്, അയാളുടെ ഐഡൻറ്റിറ്റി, അയാളുടെ ക്യാരക്ടർ, അയാളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടൊക്കെ എങ്ങനെയാണ്, അയാളുടെ ക്ലാസ് എങ്ങനെയാണ് നമ്മൾ തീരുമാനിക്കുന്നത് എന്നുള്ള ഒരു സോഷ്യൽ ഇഷ്യൂവിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. മസ്റ്റാഷ്യൂ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റസ് സിമ്പിളായിട്ട് എങ്ങനെ മാറുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. പിന്നെ ഈ സ്റ്റോറിയുടെ പ്രൊട്ടാഗണിസ്റ്റുകൾ ആരൊക്കെയാണ്? ഖാൻ അസം ഖാനും സെയ്ദ് രാമാനന്ദും. അത് നോക്കി വെക്കുക. അവർ രണ്ടുപേരുടെയും പ്രൊഫഷൻ എന്താണെന്ന് നോക്കി വെക്കുക. ആൻഡ് ക്യാരക്ടർ സ്കെച്ച് ഓഫ് ഖാൻ അസം ഖാനും അതുപോലെ തന്നെ സെയ്ദ് രാമാനന്ദും നോക്കി വെക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പെയർ ഓഫ് മസ്റ്റാഷ്യൂസിലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മസ്റ്റാഷ്യൂസ് നോക്കി വെക്കണം കേട്ടോ. അതായത് ഓരോ ടൈപ്പ് മസ്റ്റാഷ്യൂസ് ഉണ്ട്, അതിനെക്കുറിച്ച് ചോദിക്കാം. പിന്നെ എന്താണ് മസ്റ്റാഷ്യ സിംബലൈസ് ചെയ്യുന്നതെന്നുള്ള ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ നമ്മൾ 2 മാർക്സിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക്ബെറി പിക്കിങ്ങിൽ ചോദിക്കുന്നത് ബ്ലാക്ക്ബെറീസിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിക്കുക, അല്ലെങ്കിൽ സിംബോളിക് സിഗ്നിഫിക്കൻസ് എന്താണ്. അപ്പോൾ ഈ ബ്ലാക്ക്ബെറീസിൻ്റെ സിംബോളിക് സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികളിലെ ആദ്യമേ ആ ഫസ്റ്റ് സ്റ്റാൻസയ്ക്കകത്ത് അല്ലെങ്കിൽ ഫസ്റ്റ് പാർട്ട് ഓഫ് ദി പോയത്തിനകത്ത് ഇത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ ആ ഒരു ഇന്നസെൻസിനെ കുറിച്ചാണ് പറയുന്നത്. അവർ ആ ബ്ലാക്ക്ബെറി പിക്ക് ചെയ്യുമ്പോൾ അവരുടെ എക്സൈറ്റ്മെൻറ്റിനെ കുറിച്ചും ഹാപ്പിനെസ്സിനെ കുറിച്ചും ആ ഒരു അവരുടെ ആ ഒരു ചൈൽഡ്ഹുഡിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദ പോയം ആ ഒരു ഇന്നസെൻസ് എങ്ങനെ മാറി എക്സ്പീരിയൻസിലോട്ട് പോകുന്നു എന്ന് വെച്ചാൽ അവരൊരു റിയൽ ട്രൂത്ത് മനസ്സിലാക്കുവാണ് ലൈഫിൽ. അതായത് ആ ഒരു ട്രാൻസിഷൻ ഫ്രം ചൈൽഡ്ഹുഡ് ടു അഡൾട്ട് എക്സ്പീരിയൻസ്. ബെറീസിനെ പിച്ചി വെക്കുന്നു, പക്ഷേ അവരുടെ അശ്രദ്ധ മൂലം ബെറീസിന് എന്ത് പറ്റുവാണ്? റോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സിംബോളിക് സിഗ്നിഫിക്കൻസ് ആണ് ബ്ലാക്ക്ബെറീസ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഫ്രം ഇന്നസെൻസ് ടു എക്സ്പീരിയൻസ് എന്നുള്ളൊരു ട്രാൻസിഷൻ. പിന്നെ സീമസ് ഹീനി ചൈൽഡ്ഹുഡ് എക്സൈറ്റ്മെൻറ്റിനെ എങ്ങനെയാണ് പറയുന്നത്? ചൈൽഡ്ഹുഡ് എക്സൈറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ ഈ ബ്ലാക്ക്ബെറീസ് പിച്ചുമ്പോൾ ആ കുട്ടികൾക്കുണ്ടാകുന്ന എക്സ്പീരിയൻസിനെ കുറിച്ചും ബ്ലാക്ക്ബെറീസ് പിച്ചിട്ട് അവർ വീട്ടിൽ പോയി കണ്ടെയ്നേഴ്സ് എല്ലാം ഓടിപ്പോയി എടുക്കുന്നു, അവരുടെ ബൂട്ട്സൊക്കെ സ്റ്റെയിൻ ആവുന്നു അല്ലെ, ചെളി പറ്റുന്നു,
അവർ ഓടുന്നു, പല ഫീൽഡിലൂടെ, അതായത് പല സ്ഥലങ്ങളിലൂടെ കിടന്ന് ഓടുന്നു. അവരുടെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് എങ്ങനെയാണ്, അവർ കണ്ടെയ്നേഴ്സിൽ ഒളിച്ചു വെക്കുന്നു, പിന്നീട് അവർ തുറന്ന് നോക്കുമ്പോൾ നശിച്ചു പോകുന്നു. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് എക്സൈറ്റ്മെൻറ്റിനെ കുറിച്ചാണ് ഇത് ചോദിക്കുന്നത്. ഇനി എന്തുകൊണ്ടാണ് ചിൽഡ്രൻ ഡിസപ്പോയിൻറ്റഡ് ആവുന്നത് എൻഡിൽ? അത് നമുക്കറിയാം, ബ്ലാക്ക്ബെറീസ് നശിച്ചു പോകുന്നു, അവർ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് കുട്ടികൾ ഡിസപ്പോയിൻറ്റഡ് ആവുന്നു. പിന്നെ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഇമേജറിയെ കുറിച്ചൊക്കെ ചോദിക്കാം. ഇമേജസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക്ബെറീസ് വരുന്നുണ്ട്, മറ്റേ പർപ്പിൾ ക്ലേ ക്ലോട്ട് വരുന്നുണ്ട്, അല്ലേ, ഗ്ലോസി പർപ്പിൾ ക്ലോട്ട് വരുന്നുണ്ട്. ബ്ലാക്ക്ബെറീസിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ ഒന്ന് നോക്കി വെക്കുക. ഇമേജസ്. പെയർ ഓഫ് മുസ്റ്റാഷ്യൂസിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻ 2 മാർക്ക് ക്വസ്റ്റ്യൻ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ സോഷ്യൽ ഇനിക്വാളിറ്റി എങ്ങനെയാണ് ഈ സ്റ്റോറി ക്രിട്ടിസൈസ് ചെയ്യുന്നത്. സോഷ്യൽ ഇനിക്വാളിറ്റി എന്ന് വെച്ചാൽ ഈ മീശ വെച്ചിട്ട്, അതായത് നമ്മുടെ സൊസൈറ്റിയിൽ പല ടൈപ്പ് ഓഫ് മസ്റ്റാഷ്യോസ് ഉണ്ടെന്നാണ് മുൾക്രാജ് ആനന്ദ് പറയുന്നത്, അല്ലേ. അപ്പോൾ ആ ഓരോ ടൈപ്പ് മുസ്റ്റാഷ്യോ ഓരോ ക്ലാസ് പീപ്പിളിനാണ്, അതായത് റിച്ച് ആയിട്ടുള്ള ആളുകൾക്ക് വേറെ ടൈപ്പ് മുസ്റ്റാഷ്യോ, രാജാക്കന്മാർക്ക് വേറെ ടൈപ്പ് മുസ്റ്റാഷ്യോ, പെസൻസ് അല്ലെങ്കിൽ ഫാമേഴ്സിനോ ഷോപ്പ് കീപ്പേഴ്സിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മുസ്റ്റാഷ്യോസ് ആണ്, അല്ലേ. അപ്പോൾ ആ മുസ്റ്റാഷ്യോസ് അപ്പോൾ ഓരോന്നും എന്തിനെയാണ് കാണിക്കുന്നത്? ഒരാളുടെ മീശ കണ്ടു കഴിഞ്ഞാൽ അയാൾ ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നതെന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. സോ ദാറ്റ് ഈസ് ദ സോഷ്യൽ ഇക്വാളിറ്റി ഹൈലൈറ്റഡ് ഇൻ ദിസ് പോം. അപ്പോൾ എന്നിട്ട് പിന്നെ നിങ്ങൾ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഥയ്ക്കകത്ത് നടക്കുന്ന കാര്യം ഒന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പോവുക. സോഷ്യൽ ഇക്വാളിറ്റി ഇവിടെ നടക്കുന്നത് ഖാനസം ഖാനും സെയ്ത് രാമാനന്ദും അതായത് മൊസ്റ്റാഷ്യോ ഒന്ന് പൊക്കി വെച്ചു എന്നുള്ള പേരിലാണ് എന്ത് പറ്റുന്നത്, മറ്റേ ഖാനസം ഖാനും സെയ്ത് രാമാനന്ദും തമ്മിൽ വഴക്ക് നടക്കുന്നത്, അല്ലേ. സോ ആ ഒരു കാര്യം കൂടി പറയുക. പിന്നെ അപ്പിയറൻസിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ അതായത് ഈ സ്റ്റോറിയിൽ ഒരാളുടെ അപ്പിയറൻസിന് എന്തുമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, അത് ഏത് ഇമേജിലൂടെയാണ് അല്ലെങ്കിൽ ഏത് സിമ്പലിലൂടെയാണ്. ഒരു മീശയുടെ സിമ്പൽ വെച്ചിട്ടാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. എത്രമാത്രം ആണ് ആളുകൾ അപ്പിയറൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പിന്നെ എന്തൊക്കെ ഹ്യൂമൻ വാല്യൂസ് ആണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നതെന്ന് ചോദിക്കുക. അതായത് ആ ഒരു കാസ്റ്റ് ഡിസ്ക്രിമിനേഷനെ കുറിച്ചും ക്ലാസ് ഡിസ്ക്രിമിനേഷനെ കുറിച്ചും ഒക്കെ ആ ഒരു സോഷ്യൽ ഇൻഇക്വാളിറ്റിയെ കുറിച്ചൊക്കെയാണ് ഈ ഒരു സ്റ്റോറി എന്ത് ചെയ്യുന്നത്, അതിനകത്ത് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് 4 മാർക്സ് ക്വസ്റ്റിനിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്ലാക്ക്ബെറി പിക്കിങ്ങിനകത്ത് ഡിസപ്പോയിൻമെൻറ്റ് ആൻഡ് ലോസ്. ബ്ലാക്ക്ബെറി പിക്കിങ്ങിൽ ഡിസപ്പോയിൻമെൻറ്റും നഷ്ടവും ഹാപ്പൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുട്ടികൾ വളരെ എക്സൈറ്റ്മെൻറ്റോടുകൂടി പിക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്ലാക്ക്ബെറി ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദ പോം വി റിയലൈസ് ദാറ്റ് എന്താണ് സംഭവിക്കുന്നത്, അത് റോട്ട് ചെയ്യുന്നു, നശിച്ചു പോകുന്നു, ഫൗൾ സ്മെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആൻഡ് വാട്ട് ഈസ് ദി മോസ്റ്റ് ഡിസപ്പോയിൻറ്റഡ്, എന്താ പറയുക, ഒരു ഡിസപ്പോയിൻറ്റിംഗ് തിങ് ഹാപ്പനിങ് ഇൻ ദ സ്റ്റോറി എന്ന് പറയുന്നത് എവറി ഇയർ ദ സെയിം തിങ് ഹാപ്പൻസ്. അതുകൊണ്ട് നമ്മുടെ സ്പീക്കർ ഓഫ് ദ പോവും ഡിസപ്പോയിൻറ്റഡ് ആവുകയാണ്. ആൻഡ് പിന്നെ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസിഷൻ ഫ്രം ഇന്നസെൻസ് ടു എക്സ്പീരിയൻസ് എങ്ങനെ വരുന്നു. ഇന്നസെൻസ് എന്ന് പറയുമ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഓഫ് പിക്കിംഗ് ബ്ലാക്ക്ബെറി. എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ എവറി ഇയർ ഇറ്റ് വിൽ ഹാപ്പൻ, ആ ഒരു റിയലൈസേഷൻ, ബ്ലാക്ക്ബെറീസ് നശിക്കും എന്നുള്ളത് എത്ര പിച്ച് വെച്ചാലും. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4 മാർക്സ് ക്വസ്റ്റിനകത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ 4 മാർക്സിൽ ഏറ്റവും ലാസ്റ്റ് 2 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 4 മാർക്സിൽ നിങ്ങൾക്ക് ചോയ്സ് കാണും, ഓർ ക്വസ്റ്റ്യൻസ് കാണും. എപ്പോഴും വരുന്നതെന്ന് വെച്ചാൽ ലാസ്റ്റ് 2 ക്വസ്റ്റ്യൻസ് ഇവാലുവേറ്റ് അല്ലെങ്കിൽ ക്രിയേറ്റ് ഓർ അപ്ലൈ അല്ലെങ്കിൽ അനലൈസ്, ആ ടൈപ്പ് ക്വസ്റ്റ്യനിൽ നിങ്ങളെ കൊണ്ട് തന്നെ എഴുതിപ്പിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിച്ചും കണ്ടുമൊക്കെ വേണം എഴുതാൻ. ചോയ്സ് നോക്കി ഏതാണോ നിങ്ങളെ കൊണ്ട് പറ്റുന്നത്, തന്നെ എഴുതാൻ പറ്റുന്നത്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വേണം. നല്ല കോൺഫിഡൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വേണം ആൻസർ ചെയ്യാൻ. ദെൻ പെയർ ഓഫ് മസ്റ്റാഷ്യൂസിനകത്ത് വരുവാണെന്നുണ്ടെങ്കിൽ സോഷ്യൽ ക്രിറ്റിസിസമായിട്ട് എങ്ങനെ മാറുന്നു, അതാ ഇനിക്വാളിറ്റിയുടെ കാര്യവും ഒക്കെ പറയുക. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മസ്റ്റാഷ്യൂസ് ഓരോ ക്ലാസ്സിനെ കാണിക്കുന്നു എന്നുള്ളത് പറയുക. പിന്നെ മസ്റ്റാഷിൻ്റെ സിംബോളിക് ഇമ്പോർട്ടൻസ് എന്താണെന്ന് പറയുക. പിന്നെ ഈ ഒരു സ്റ്റോറിക്കകത്ത് നമ്മൾ അപ്പർ ക്ലാസ് ലോവർ ക്ലാസ് ആ ഒരു ക്ലാസ് കോൺഷ്യസ്നെസ് ആണ്, ഡിവിഷനാണ് ഇതിനകത്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. അത് എങ്ങനെയാണെന്ന് ചോദിക്കാം. നെക്സ്റ്റ് മൊഡ്യൂൾ 2 നമ്മൾ വരുവാണെന്നുണ്ടെങ്കിൽ ഗുഡ് അഡ്വൈസ് ഈസ് റെയറർ ദാൻ റൂബീസ് ബൈ സൽമാൻ റുഷ്ദിയും സ്റ്റോറി ഓഫ് ആൻ അവർ ബൈ കേറ്റ് ചോപ്പിനും. ആ രണ്ടെണ്ണമാണ് മൊഡ്യൂൾ 2 അപ്പോൾ ഈ മൊഡ്യൂൾ 2 നമുക്ക് വരുന്ന 1 മാർക്ക് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ആരാണ് എഴുതിയത് ഈ 2 വർക്ക്സ്, അത് ചോദിക്കാം. ഗുഡ് അഡ്വൈസ് ഈസ് റെയറർ ദാൻ റൂബീസിലെ ഫീമെയിൽ പ്രൊട്ടാഗണിസ്റ്റിൻ്റെ പേരെന്താണെന്ന് ചോദിക്കാം. മിസ് റഹന. പിന്നെ അതുപോലെ തന്നെ മിസ് റഹന എവിടെയാണ് ഇൻ്റർവ്യൂവിന് പോകുന്നത്, അതെന്ന് പറയുന്നത് ബ്രിട്ടീഷ് കോൺസുലേറ്റ് അറ്റ് ലാഹോർ അല്ലെങ്കിൽ പാകിസ്ഥാൻ. എന്തിനാണ് പോകുന്നത്, ആരാണ് മിസ് റഹനെ ഓഫർ ചെയ്യുന്നത്, ഹെൽപ്പ് ചെയ്യുന്നത്, അതായത് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ആരാണ് മുമ്പോട്ട് വരുന്നത്, അയാളുടെ പേരെന്താണെന്ന് ചോദിക്കാം. മിസ് റഹനയുടെയും പിന്നെ മറ്റേ അതർ ക്യാരക്ടറിൻ്റെയും എന്ത് ചോദിക്കാം, ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാം. 2 പേരുടെയും ക്യാരക്ടർ സ്കെച്ച്, ഫിസിക്കൽ അപ്പിയറൻസ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തീം ഓഫ് ദ സ്റ്റോറി എന്താണ്. പിന്നെ അതുപോലെ തന്നെ ഗുഡ് അഡ്വൈസ് ഈസ് റെയറർ ദാൻ റൂബീസ് എന്നുള്ളതിൻ്റെ ടൈറ്റിലിൻ്റെ എക്സ്പ്ലനേഷനും ചോദിക്കാം. പിന്നെ സ്റ്റോറി ഓഫ് ആൻ അവർ പോവുകയാണെന്നുണ്ടെങ്കിൽ ആരാണിത് എഴുതിയത്, പ്രൊട്ടാഗണിസ്റ്റ് ആരാണെന്ന് ചോദിക്കാം. പിന്നെ മിസ്സസ്
പിന്നെ ഹസ്ബൻഡിൻ്റെ പേരെന്താണെന്ന് ചോദിക്കാം. മിസ്സസ് ബാലഡിന് എന്താണ് കണ്ടീഷനുള്ളത്, ഹെൽത്ത് കണ്ടീഷനുള്ളത്? ഹാർട്ട് വയ്യാത്തൊരു സ്ത്രീയാണ്. അവരെന്ത് ന്യൂസാണ് കേൾക്കുന്നത്? ബ്രെൻലി ബാലഡ്, അതായത് അവരുടെ ഹസ്ബൻഡ് ഒരു റെയിൽവേ ആക്സിഡൻറ്റ് മരിച്ചു പോയി എന്നുള്ളൊരു ന്യൂസ്. പിന്നെ അതർ ക്യാരക്ടേഴ്സിൻ്റെ പേര് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ മിസ്സസ് മാലഡിന് എന്താണ് ആ സമയത്ത് തോന്നുന്ന ഒരു ഫീലിംഗ് എന്താണ് ഹസ്ബൻഡിൻ്റെ ന്യൂസ് ഡെത്തിൻ്റെ ന്യൂസ് കേൾക്കുമ്പോൾ? ആൻഡ് ടുവേർഡ്സ് ഈ എൻഡ് അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അവരുടെ ഫീലിങ്സ് അല്ലെങ്കിൽ ഇമോഷൻസ് എങ്ങനെ മാറുന്നു? ഹസ്ബൻഡിൻ്റെ മരണം ആദ്യമേ അവർ ഭയങ്കര നിലവിളിയും കരച്ചിലൊന്നും ഇല്ലെങ്കിലും പിന്നീട് കുറച്ച് കഴിയുമ്പോൾ അവർ റൂമിൽ പോയി ഒറ്റയ്ക്ക് ഇരുന്നിട്ട് വിൻഡോ തുറന്നിട്ട് അവർ സ്കൈയിൽ നോക്കി നേച്ചറൊക്കെ ആസ്വദിച്ചിട്ട് അവർക്ക് പെട്ടെന്ന് ഫ്രീഡം അല്ലെങ്കിൽ ഒരു ഇൻഡിപെൻഡൻസ് ഫ്രം മാരേജ് അതാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. സോ അത് പിന്നീട് ലാസ്റ്റ് ഹസ്ബൻഡ് തിരിച്ചു വരുമ്പോൾ ഹസ്ബൻഡ് തിരിച്ചു വന്നല്ലോ, അവരുടെ ആ ഒരു ഫ്രീഡം കുറച്ച് നേരത്തേക്കെങ്കിലും അവർ ആ ആഗ്രഹിച്ചിരുന്ന ഫ്രീഡം നഷ്ടപ്പെട്ടു പോയല്ലോ എന്നുള്ള ഷോക്കിലാണ് അവർ മരിക്കുന്നത്. സോ അത് നോക്കി വെക്കുക. സ്റ്റോറി ഓഫ് ആൻ അവറിനകത്ത് അപ്പോൾ ഇത്ര, അതുപോലെ തന്നെ ടൈറ്റിൽ ഓഫ് ദ സ്റ്റോറി നോക്കി വെക്കുക. പിന്നെ സ്റ്റോറി ഓഫ് അവറിനകത്ത് വരുന്ന ഐറണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് അവർ മരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് അവർ ചോദിക്കുന്നത്. അവർക്ക് ആദ്യമേ ആ ഹസ്ബൻഡ് മരിക്കുന്ന സമയത്ത് ഹസ്ബൻഡ് മരിച്ചു എന്ന ന്യൂസ് കേൾക്കുമ്പോൾ ഒരു ഫ്രീഡം പോലുള്ള ഫീലിംഗ് ഒക്കെ തോന്നും, ആ ഒരു ഇൻഡിപെൻഡൻസ് ഫ്രം മാരേജ് അവർക്ക് തോന്നും. പക്ഷേ പിന്നീട് ലാസ്റ്റ് ഹസ്ബൻഡ് തിരിച്ചു വരുമ്പോൾ അവർ ആ ഷോക്കിലാണ് മരിച്ചു പോകുന്നത്. പക്ഷേ ഡോക്ടേഴ്സ് വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ഹാപ്പിനെസ്സിൽ മരിച്ചു പോയി എന്നാണ്. അപ്പോൾ അതാണ് അവിടുത്തെ ഐറണി എന്ന് പറയുന്നത്. ശരിക്കും അവർ മരിച്ചത് ആ ഒരു ഷോക്കിലാണെങ്കിലും, ഹസ്ബൻഡ് തിരിച്ചു വന്ന ഷോക്കിലാണെങ്കിലും, പക്ഷേ ഡോക്ടേഴ്സും അവിടെ നിന്നിരുന്ന റിലേറ്റീവ്സ് ആണെന്നുണ്ടെങ്കിലും ബാക്കിയുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും വിചാരിച്ചത് ഇവർ ഹസ്ബൻഡ് വന്ന ആ ഒരു ഹാപ്പിനെസ്സിലാണ് മരിച്ചുപോയി, ആ ഒരു ഷോക്കിൽ മരിച്ചുപോയി എന്നാണ്. സോ അത് ആണ് അവിടുത്തെ ഐറണി എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ ഈ സ്റ്റോറിക്കകത്ത് മാരേജ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിനെ എങ്ങനെയാണ് പോർട്രേ ചെയ്തിരിക്കുന്നത്? അപ്പോൾ മാരേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള റിലേഷൻഷിപ്പും അവർക്ക് എന്ത് ഫീലാണ് തോന്നിയത് ഹസ്ബൻഡ് മരിച്ചു എന്ന് കേൾക്കുമ്പോഴും, പിന്നീട് അവരുടെ ഇമോഷൻസ് എങ്ങനെ മാറി മറിഞ്ഞു, അവർക്ക് ആ ഒരു ഫ്രീഡത്തിൻ്റെ ഒരു കോൺസെപ്റ്റ് എങ്ങനെ മൈൻഡിൽ വന്നു, ലാസ്റ്റ് എങ്ങനെയാണ് ഇവർ മരിക്കുന്നത്, ഏത് റീസൺ കൊണ്ടാണ് മരിക്കുന്നത്, റിയൽ റീസൺ ബിഹൈൻഡ് ഹിയർ ഡെത്ത് എന്താണ് എന്നുള്ളതാണ് ഇവിടെ പറയേണ്ടത്. പിന്നെ ഇതിനകത്ത് വരുന്ന 2 മാർക്സ് ക്വസ്റ്റ്യൻസൊക്കെ 2 മാർക്സ് ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിസ് രഹന എന്തിനാണ് മറ്റേ ഓപ്പർച്യൂണിറ്റി റിജക്റ്റ് ചെയ്തത്? അതായത് അവർക്ക് ഹസ്ബൻഡിൻ്റെ ഫിയാൻസിയുടെ കൂടെ പോയി ഇംഗ്ലണ്ടിൽ താമസിക്കേണ്ട, അവർക്ക് ആ ഒരു മാരേജിൻ്റെ ഫ്രീഡം, ഒരു എന്താ പറയുക, മാരേജിൻ്റെ ആ ഒരു റെസ്ട്രിക്ഷൻസിൽ ജീവിക്കാൻ ഇഷ്ടമല്ലാത്തതുകൊണ്ട് അവർ മനഃപൂർവ്വമാണ് എന്ത് ചെയ്യുന്നത്, മറ്റേ ഇൻ്റർവ്യൂവിൽ റിജക്റ്റ് ആവുന്നത്, അതായത് തെറ്റിച്ച ആൻസർ മനഃപൂർവ്വം പറയുന്നത്. സോ നമുക്ക് ഈ 2 സ്റ്റോറീസ് ഉണ്ടല്ലോ, ഗുഡ് അഡ്വൈസ് ഈസ് റെയർ ദാൻ റൂബീസിൽ മിസ് റഹനയുടെ ക്യാരക്ടറും കേറ്റ് ചോപ്പിനിൽ നമ്മുടെ മിസ്സസ് മാലഡിൻ്റെ സ്റ്റോറി ഓഫ് ആൻ അവറിനകത്ത് ആ ക്യാരക്ടറും രണ്ടും തമ്മിൽ സിമിലാരിറ്റി കൂടുതലായിട്ടുണ്ട്. എന്ന് വെച്ചാൽ രണ്ടും മാരേജ് എന്നുള്ള കോൺസെപ്റ്റിനെ കുറിച്ചും ഫീമെയിൽ ഇൻഡിപെൻഡൻസ് എന്നുള്ള കോൺസെപ്റ്റിനെ കുറിച്ചുമാണ് സംസാരിക്കുന്നത്. അപ്പോൾ അത് രണ്ടും കണക്ട് ചെയ്ത് എഴുതാൻ 4 മാർക്സ് ക്വസ്റ്റനായിട്ടൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് രണ്ടും കണക്ട് ചെയ്ത് എഴുതാൻ മാക്സിമം നോക്കുക കേട്ടോ. പിന്നെ മിസ് റഹനയുടെ ക്യാരക്ടർ സ്കെച്ച്, മുഹമ്മദ് അലിയുടെ ക്യാരക്ടർ സ്കെച്ച് എങ്ങനെയാണെന്ന്, മുഹമ്മദ് അലി ഒരു മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ളൊരു മനുഷ്യനാണെന്നുള്ളതും ഒക്കെ സ്റ്റോറിക്കകത്ത് പറയുന്നുണ്ട്. എങ്ങനെയാണ് അയാൾ മാനിപ്പുലേറ്റീവ് ആവുന്നത്? അയാൾ ഇങ്ങനെ ഒറ്റയ്ക്ക് വരുന്ന സ്ത്രീകളെ, അല്ലെങ്കിൽ എസ്പെഷ്യലി സ്ത്രീകളെ, ഇങ്ങനെ വളറബിളായിട്ട് നിൽക്കുന്ന സ്ത്രീകളെ, ഈ കോൺസുലേറ്റിൽ ഇൻ്റർവ്യൂവിന് വേണ്ടി വളറബിളായിട്ട് നിൽക്കുന്ന സ്ത്രീകളെ ഇങ്ങനെ ചൂസ് ചെയ്തിട്ട് അയാൾ പോയി അവരെ ഉപദേശിച്ച് അവരെ ട്രിക്ക് ചെയ്ത് ഇൻ റിട്ടേൺ അവർ ജുവലറിയും അതുപോലെ തന്നെ പ്രഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇയാൾ ഗിഫ്റ്റ് അല്ലെങ്കിൽ പൈസ ഇങ്ങനെ തിരിച്ചു മേടിക്കുന്നു. അയാളൊരു കറപ്റ്റഡ് ആയിട്ടുള്ള മനുഷ്യനാണ്. പക്ഷേ മിസ് റഹന ഇയാളുടെ അഡ്വൈസ് പാടെ നിരസിക്കുകയാണ് ചെയ്യുന്നത്, ബിക്കോസ് ഷീ ഈസ് ഇൻഡിപെൻഡൻറ്റ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മുഹമ്മദ് അലിക്ക് മിസ് റഹനയെ കാണുമ്പോൾ ഒരു പ്രത്യേക അട്രാക്ഷനൊക്കെ തോന്നുന്നുണ്ട്. സോ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ 4 മാർക്സ് ക്വസ്റ്റ്യനകത്ത് മിസ് റഹന എങ്ങനെ ഒരു സ്ട്രോങ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് വുമൺ ആയിട്ട് മാറുന്നു, തീം ഓഫ് ഫ്രീഡം ചോദിക്കാം. പിന്നെ സ്ത്രീകളുടെ പുറത്ത്, അതായത് സ്ത്രീകളെന്ന് പറയുമ്പോൾ ആ ഒരു എക്സ്പെക്റ്റേഷൻസ് ഉണ്ടല്ലോ, ട്രഡീഷണൽ ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ് ഓഫ് വിമൻ, അതിനെ എങ്ങനെയാണ് ഈ സ്റ്റോറി ചലഞ്ച് ചെയ്യുന്നത് അത് നോക്കി വെക്കുക. സ്റ്റോറി ഓഫ് ആൻ അവറിനകത്തും ഫ്രീഡം ആൻഡ് ഒപ്രഷൻ എങ്ങനെ വരുന്നു, മിസ്സസ് മാലഡിൻ്റെ ട്രാൻസ്ഫർമേഷൻ ചോദിക്കാം, മാറ്റം, ഇമോഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ട്രാൻസ്ഫർമേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് അപ്പോൺ ഹിയറിംഗ് ഹർ ഹസ്ബൻഡ്സ് ഡെത്ത് അവർക്ക് എന്ത് ഫീൽ തോന്നുന്നു, ആൻഡ് ആഫ്റ്റർ എൻറ്ററിങ് ഇൻ ടു എ റൂം, ഐസൊലേറ്റഡ് ഇൻ എ റൂം, പിന്നെന്താണ് പോണ്ടറിങ് അപ്പോൺ ഹർ ലൈഫ്, ഇവർക്ക് ഫ്രീഡത്തിനെ കുറിച്ചുള്ള ഐഡിയാസ് വരുന്നു, മാരേജിൻ്റെ റെസ്ട്രിക്ഷൻസിൽ നിന്ന് അവസാനം മോചനം കിട്ടുന്നു എന്ന് മനസ്സിലാവുന്നു. പക്ഷേ പിന്നീട് ഹസ്ബൻഡ് തിരിച്ചു വന്നപ്പോൾ എന്താണ്, വീണ്ടും ആ ഷോക്കിൽ മരിച്ചു പോവുകയാണ് അവർ ചെയ്യുന്നത്. സോ ആ ഒരു ട്രാൻസ്ഫോർമേഷനെ കുറിച്ച് പറയുക. പിന്നെ പേട്രിയാർക്കൽ സൊസൈറ്റി എങ്ങനെയാണ്, അതായത് മെയിൽ ഡോമിനേറ്റഡ് സൊസൈറ്റി എങ്ങനെയാണ് ഈ ഒരു സ്റ്റോറി ക്രിട്ടിസൈസ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കുക. നെക്സ്റ്റ് മൊഡ്യൂൾ 3 നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെൻ ഫ്രീ സ്പീച്ച് ഇസ് ട്രൂലി ഫ്രീ ബൈ സുന്ദർ സറുക്കായ് ആൻഡ് ദ സ്റ്റോളൻ ബാസിലസ് ബൈ H.G. വെൽസ്.
അപ്പോൾ ഈ രണ്ട് ലെസൺസുമാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഫ്രീ സ്പീച്ച് ഇസ് ട്രൂലി ഫ്രീക്കകത്ത് ആരാണ് ഇത് എഴുതിയെന്ന് ചോദിക്കാം. എന്ത് ഫണ്ടമെൻ്റൽ റൈറ്റിനെ കുറിച്ചാണ്, ഫ്രീഡം ഓഫ് സ്പീച്ച് അല്ലെങ്കിൽ ഫ്രീഡം ഓഫ് എക്സ്പ്രഷനെ കുറിച്ചാണ് ഇതിനകത്ത് പറയുന്നത്. പിന്നെ ഏത് സോഷ്യൽ ഇഷ്യൂവിനെ കുറിച്ചാണ് ഇതിനകത്ത് പറയുന്നത് എന്നുള്ളത് ക്വസ്റ്റ്യൻ ചോദിക്കാം. ടോൺ ഓഫ് ദി എസ്സേ എന്താണെന്ന് ചോദിക്കാം. പിന്നെ സ്റ്റോളൻ ബാസിലസ് എന്ന് പറയുന്ന അതിൻ്റെ ഓതർ ആരാണ്, ബാക്ടീരിയോളജിസ്റ്റും അതുപോലെ തന്നെ അനാർക്കിസ്റ്റും തമ്മിലുള്ള ആ ഒരു ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാം. ഫിസിക്കൽ അപ്പിയറൻസ് ചോദിക്കാം. ഈ ബാസിലസ് ആരാണ് സ്റ്റീൽ ചെയ്യുന്നത്, ഏത് സിറ്റിയെക്കുറിച്ചാണ്, ലണ്ടൻ സിറ്റിയെക്കുറിച്ചാണ് പറയുന്നത്. ഇത് എന്ത് ജോണറിൽ വരുന്നതാണ് ഇത് സ്റ്റോളൻ ബാസിലസ്, ഇത് സയൻസ് ഫിക്ഷൻ ജോണറിനകത്ത് വരുന്നതാണ് കേട്ടോ, മറന്നു പോകരുത്. H.G. വെൽസിൻ്റെയാണ് ഇത് സ്റ്റോളൻ ബാസിലസ്. H.G. വെൽസിൻ്റെ മറ്റ് 2 വർക്ക്സും കൂടി ഒന്ന് നോക്കി വെക്കുക, ദ ടൈം മെഷീനും ദ വാർ ഓഫ് ദ വേൾഡ്സും. ഓക്കെ. പിന്നെ നമുക്ക് 2 മാർക്സ് ക്വസ്റ്റിനകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീഡം ഓഫ് സ്പീച്ച് എന്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആവുന്നു, പിന്നെ ഫ്രീഡവും റെസ്പോൺസിബിലിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് ചോദിക്കാം. ഈ ഫ്രീഡം ഓഫ് സ്പീച്ചും ഡെമോക്രസിയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിക്കാം. ഓക്കെ. ഫ്രീ സ്പീച്ച് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഫ്രീ സ്പീച്ച് മിസ്യൂസ് ആക്കുമ്പോൾ എന്തൊക്കെ ഡേഞ്ചേഴ്സ് നമ്മൾ ഫേസ് ചെയ്യുന്നു. സ്റ്റോളൻ ബാസിലസ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ എന്താണ് ഇതിനകത്ത് റോൾ ഓഫ് സയൻസിനെ കുറിച്ച് ചോദിക്കാം. റോൾ ഓഫ് സയൻസ് ചോദിക്കുമ്പോൾ ബാക്ടീരിയോളജിസ്റ്റിൻ്റെ ആ ഒരു പിന്നെ ഓവർ എക്സാജറേഷനെ കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞേക്കണം. അതായത് ബാക്ടീരിയോളജിസ്റ്റ് ആവശ്യമില്ലാതെ ലാബിൽ ഒരു സ്ട്രേഞ്ചറിനെ വിളിച്ച് കയറ്റി എന്താണ് ഈ ബാക്ടീരിയാസിനെ കുറിച്ചും ലാബിലുള്ള സ്ലൈഡുകളും ഒക്കെ ആവശ്യമില്ലാതെ ഹൈപ്പ് കയറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്ത് പറയുമ്പോഴാണ് നമ്മുടെ അനർക്കിസ്റ്റിന് ഇത് കൊണ്ടുപോയി ലണ്ടനിലുള്ള വാട്ടർ സപ്ലൈയിൽ കലക്കി ആളുകളെ കൊല്ലണമെന്നൊക്കെ തോന്നുന്നത്. സോ ബാക്ടീരിയോളജിസ്റ്റ് ശരിക്കും പറഞ്ഞാൽ അയാളുടെ സയൻറ്റിഫിക് നോളജിനെ മിസ്യൂസ് ചെയ്ത് ആളുകൾക്ക് ചുമ്മാ വരുന്നവർക്കും പോകുന്നവർക്കും എല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അതാണ് അവിടെ മിസ്യൂസ് ഓഫ് സയൻറ്റിഫിക് നോളജ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഈ സ്റ്റോറിയുടെ ഹ്യൂമറസ് എൻഡിങ് എന്താണെന്നുള്ളത്, അയാൾ ശരിക്കും കോളറ ബാസിലസ് ആണ്, കോളറ വൈറസ് ആണ് കുടിച്ചതെന്ന് പറഞ്ഞ് അനാർക്കിസ്റ്റ് ആളുകളുടെ ഇടയിലോട്ട് സൊസൈറ്റിയിലോട്ട് ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത് എല്ലാവരെയും കൊല്ലാൻ വേണ്ടി. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ കുടിച്ചതെന്ന് പറയുന്നത് ഡെഡ്ലി ആയിട്ടുള്ള വൈറസ് ഒന്നുമല്ല, അത് ആനിമൽസിൽ ബ്ലൂ കളർ പാച്ചസ് ഉണ്ടാക്കുന്ന വെറും ഒരു വൈറസ് മാത്രമായിരുന്നു. അതാണ് ഹ്യൂമറസ് എൻഡിങ് എന്ന് പറയുന്നത്. സോ അത് നോക്കി വെക്കുക. പിന്നെ 4 മാർക്സ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ സ്റ്റോളൻ ബാസിലസിനകത്ത് വരുന്നത് ഇതെങ്ങനെ ഒരു സയൻസ് ഫിക്ഷൻ സ്റ്റോറി ആയിട്ട് മാറുന്നു, സയൻസും സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയും, അത് ബാക്ടീരിയോളജിസ്റ്റിൻ്റെ കാര്യമാണ് പറയേണ്ടത് മെയിനായിട്ട്. അതുപോലെ തന്നെ അനാർക്കിസ്റ്റ് എന്ന് പറഞ്ഞ മനുഷ്യൻ അയാൾ എന്താണ് പൊളിറ്റിക്കൽ എക്സ്ട്രീമിസത്തിനെയാണ് കാണിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ഈ ഒരു കാര്യത്തിനെ, അയാൾ ഈ ഒരു സംഭവത്തിനെ, അയാളൊരു റെവല്യൂഷണറി അല്ലെങ്കിൽ അയാളൊരു മാർട്ടിയർ ആവാൻ വേണ്ടി നടക്കുന്ന മനുഷ്യനാണ്, ഒറ്റയ്ക്കുള്ള ഒരാളാണ്, അയാൾക്ക് വേറെ ആരുമില്ല. സോ അയാൾക്ക് എങ്ങനെയെങ്കിലും ഒരു റെക്കഗ്നേഷൻ വേണം സൊസൈറ്റിയിൽ. റെക്കഗ്നേഷൻ എന്ന് പറയുമ്പം പോസിറ്റീവായിട്ടുള്ള റെക്കഗ്നേഷൻ അല്ല ഇയാൾക്ക് വേണ്ടത്, നെഗറ്റീവായിട്ടുള്ള റെക്കഗ്നേഷൻ ആയാലും ഇയാൾക്ക് മതി. സോ അയാൾക്ക് ജീവിച്ചിരുന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇയാൾ എന്ത് ചെയ്യുന്നു, ബാക്കിയുള്ള ആളുകളെ ഉപദ്രവിക്കാൻ വേണ്ടി നടക്കുന്നു ഒരു കൈൻഡ് ഓഫ് റെവല്യൂഷണറി എന്നുള്ള രീതിയിൽ നടക്കുകയാണ്, ഒരു ഐഡിയലിസ്റ്റ് എന്നുള്ള രീതിയിൽ നടക്കുകയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അയാൾ അങ്ങനെയൊന്നും അല്ല, അയാളൊരു നെഗറ്റീവ് ക്യാരക്ടറാണ്. പിന്നെ സ്റ്റോളൻ ബാസിലസിനകത്ത് വരുന്ന ഹ്യൂമറിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്, സയൻറ്റിഫിക് മിസ്യൂസിൻ്റെ ഡേഞ്ചേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ സയൻറ്റിസ്റ്റ് അല്ലെങ്കിൽ ബാക്ടീരിയോളജിസ്റ്റിൻ്റെ ആ ഒരു പിടിപ്പുകേടിനെ കുറിച്ചാണ് ഇവിടെ പറയേണ്ടത്. ഒരു സ്ട്രേഞ്ചറിനെ ലാബിൽ കയറ്റുന്നു, അയാൾ അവസാനം ഒരു വൈറസ് ഒരു സ്ലൈഡ് എടുത്തുകൊണ്ട് ഓടുന്നു അല്ലേ, ഒരു വൈറസ് ഒരു സൊല്യൂഷൻ എടുത്തുകൊണ്ട് ഓടുന്നു, അത് കുടിക്കുന്നു, അവസാനം ഇയാൾ പുറകെ ഓടുന്നു, പിന്നീടുണ്ടാകുന്ന കൺഫ്യൂഷൻ, അതെല്ലാം ആണ് പറയേണ്ടത് ഇതിനകത്ത്. മൊഡ്യൂൾ 4 വരുന്നതെന്ന് വെച്ചാൽ 1 മാർക്ക് ക്വസ്റ്റ്യൻ നൈസ് കപ്പ് ഓഫ് ടീ ബൈ ജോർജ് ഓർവെല്ലും ദ പേട്രിയറ്റ് ബൈ നിസമെസിക്കലും. നൈസ് കപ്പ് ഓഫ് ടീ ആരെഴുതിയതാണെന്ന് ചോദിക്കാം. അതുപോലെ തന്നെ ജോർജ് ഓർവെലിൻ്റെ മറ്റ് 2 വർക്ക്സിനെ കുറിച്ച് പഠിച്ചു വെച്ചേക്കണം, ആനിമൽ ഫാമും 1984 കേട്ടോ. പിന്നെ എത്ര റൂൾസ് ഉണ്ട് ജോർജ് ഓർവെൽ ഇതിനകത്ത് സജസ്റ്റ് ചെയ്യുന്നത്, 11 റൂൾസിനെ കുറിച്ചാണ്, എങ്ങനെ ചായ ഉണ്ടാക്കാം എന്നുള്ള 11 ഗോൾഡൻ റൂൾസിനെ കുറിച്ചാണ് ജോർജ് ഓർവെൽ ഇതിനകത്ത് സജസ്റ്റ് ചെയ്യുന്നത്. എന്ത് ബെവറേജിനെ കുറിച്ചാണ് പറയുന്നത്, ടീ എന്നുള്ള ബെവറേജിനെ കുറിച്ചാണ് പറയുന്നത്. എന്ത് ടൈപ്പ് ഓഫ് എസ്സേ ആണ് നൈസ് കപ്പ് ഓഫ് ടീ, ഒരു പേഴ്സണൽ ആയിട്ടുള്ളൊരു കൈൻഡ് ഓഫ് എസ്സേ ആയിട്ട് നമുക്കതിനെ പറയാം. പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ഇദ്ദേഹം എംഫസൈസ് ചെയ്യുന്നത് വൈൽ പ്രിപ്പയറിംഗ് ടീ. പിന്നെ ഇതിനകത്ത് വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ടീ മേക്കിംഗ് പ്രോസസ്സിൽ ഏറ്റവും കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ റൂൾ ഏതാണ് വെച്ചാൽ ആദ്യം പാലൊഴിക്കണോ പിന്നെ അതോ ആദ്യം തേയിലവെള്ളമാണോ ആദ്യമേ ഒഴിക്കേണ്ടത്, ഇതാണ് ഏറ്റവും കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള റൂൾ എന്ന് പറയുന്നത്. സോ അത് നോക്കി വെച്ചേക്കുക. 11 ഗോൾഡൻ റൂൾസും അതിൻ്റെ ആ ഒരു ഓർഡറിൽ തന്നെ പഠിച്ചു പോവുക. പിന്നെ പേട്രിയറ്റ് എന്നുള്ള വർക്ക് ആരാണ് എഴുതിയത്, എന്ത് കൈൻഡ് ഓഫ് ഇംഗ്ലീഷാണ്, ബ്രോക്കൺ ഇന്ത്യൻ ഇംഗ്ലീഷിനെ കളിയാക്കിക്കൊണ്ടാണ് ഇത് എഴുതിയിരിക്കുന്നത്. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് ഈ പോം എഴുതിയിരിക്കുന്നത്. പിന്നെ ഇന്ത്യൻസിൻ്റെ ആ ഒരു ബ്രോക്കൺ ഇംഗ്ലീഷ് യൂസ് ചെയ്യാനുള്ള പിന്നെ അല്ലെങ്കിൽ ഇന്ത്യൻ ഇംഗ്ലീഷിൻ്റെ ആ ഒരു കാര്യത്തിനെയാണ് അല്ലെങ്കിൽ ഫേക്ക് ആയിട്ടുള്ള സൂഡോ പേട്രിയോട്ടിസത്തിനെയാണ് ഇതിനകത്ത് മോക്ക് ചെയ്യുന്നത്.
ഓക്കെ, എന്ത് ടോണാണ് ഡോമിനേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മോക്കിംഗ് ആയിട്ടുള്ളൊരു ടോണാണ്, കളിയാക്കിക്കൊണ്ടുള്ള രീതിയിലാണ് ഇത് എഴുതിയിരിക്കുന്നത് കേട്ടോ. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 2 മാർക്ക് ക്വസ്റ്റ്യൻ വരുവാണെന്നുണ്ടെങ്കിൽ സ്ട്രോങ് ടീ തന്നെ വേണം എന്നുള്ളതിന് എങ്ങനെയാണ് ജോർജ് ഓർവെൽ ഇൻസിസ്റ്റ് ചെയ്യുന്നത്, പിന്നെന്താണ് പേഴ്സണൽ ഒപ്പീനിയൻസ് എങ്ങനെയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, ഹ്യൂമറസ് ആയിട്ടുള്ള രീതിയിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ബ്രിട്ടീഷ് കൾച്ചറിൽ എന്തുകൊണ്ടാണ് ടീ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതും ഈ ഒരു എസ്സേക്കകത്ത് ഇവിടെ പറയുന്നുണ്ട്. ആൻഡ് പേട്രിയറ്റിനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ ഹ്യൂമറസ് ആയിട്ടുള്ള രീതിയിൽ പോം എങ്ങനെ പറയുന്നു, ഇന്ത്യൻസിൻ്റെ ബ്രോക്കൺ ഇംഗ്ലീഷിനെ കുറിച്ചും ഈ ചില ഇന്ത്യക്കാരുടെ ഫേക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ സൂഡോ പേട്രിയോട്ടിസത്തിനെ കളിയാക്കിക്കൊണ്ടുമാണ് ഇത് എഴുതിയിരിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ചാൽ 4 മാർക്സ് ക്വസ്റ്റ്യനകത്ത് വരുമ്പോൾ നൈസ് കപ്പ് ഓഫ് ടീ എന്ന് പറയുന്ന ആ ഒരു എസ്സേയുടെ സ്റ്റൈലിസ്റ്റിക് ഫീച്ചേഴ്സിനെ കുറിച്ച് ചോദിക്കാം. അതുപോലെ തന്നെ പേട്രിയറ്റിനെ കുറിച്ച് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു സറ്റയറായിട്ട് എങ്ങനെ മാറുന്നു, അതായത് ബ്ലൈൻഡ് ആയിട്ട് ആളുകൾ പേട്രിയറ്റ് ആയിട്ടിരിക്കുന്ന ആ ഒരു സംഭവത്തിനെ കളിയാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഫേക്ക് ആയിട്ടുള്ള പേട്രിയോട്ടിസത്തിനെയാണ് ഇതിനകത്ത് കളിയാക്കുന്നത്. സോ അതെങ്ങനെ ഒരു സറ്റയറായിട്ട് മാറുന്നു. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോയത്തിനകത്തുള്ള ഹ്യൂമറസ് എലമെൻറ്റ്സ്. പിന്നെ ഈ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേട്രിയറ്റ് എന്നുള്ള പോയത്തിനകത്ത് ഒരുപാട് ഗ്രാമർ മിസ്റ്റേക്സും നമ്മുടെ ഇന്ത്യൻസ് ഇംഗ്ലീഷ് പറയുമ്പോൾ ഉള്ള ആ ഒരു ബ്രോക്കൺ ഇംഗ്ലീഷിൽ വരുന്ന ഒരുപാട് മിസ്റ്റേക്സിനെ കുറിച്ച് ഇതിനകത്ത് പറയുന്നുണ്ട്. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് മറന്നു പോകരുത്. അപ്പോൾ അതിനകത്ത് വരുന്ന മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേട്രിയറ്റിനകത്ത് പോവത്തിനകത്ത് ഒരുപാട് മിസ്റ്റേക്കുകൾ വരുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിക്കിൾസ് യൂസ് ചെയ്യുന്നത്, അതായത് എ ആൻഡ് ദ എന്നുള്ള ആർട്ടിക്കിൾസ് നമ്മൾ ഇന്ത്യൻ സ്പീക്കേഴ്സ് ഓഫൺ ആർട്ടിക്കിൾസ് മിസ്യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒമിറ്റ് ചെയ്യുകയോ ആണ് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മളൊരു സെൻറ്റൻസ് പറയുമ്പോൾ ചിലപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ആർട്ടിക്കിൾസ് യൂസ് ചെയ്യത്തില്ല, അല്ലെങ്കിൽ നമ്മൾ ആർട്ടിക്കിൾസ് ആവശ്യമില്ലാത്ത സ്ഥലത്ത് യൂസ് ചെയ്ത് കളയും. അതിനകത്ത് പോയത്തിനകത്ത് വരുന്ന എക്സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈ ഓൾ പീപ്പിൾ ഓഫ് വേൾഡ് ആർ നോട്ട് ഫോളോയിങ് മഹാത്മാഗാന്ധി. അവിടെ വരേണ്ടതെന്ന് വെച്ചാൽ വൈ ആർ ഓൾ ദി പീപ്പിൾ ഓഫ് ദി വേൾഡ് നോട്ട് ഫോളോയിങ് മഹാത്മാഗാന്ധി, ഇങ്ങനെയാണ് വരേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ പറയുമ്പോൾ സെൻറ്റൻസ് സ്ട്രക്ചർ ഇൻകറക്റ്റ് ആയിട്ടാണ് പറയുന്നത്. അതായത് ഒരുമാതിരി അൺനാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ സെൻറ്റൻസ് സ്ട്രക്ചർ എങ്ങനെയാണ് വരേണ്ടത്, സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻ്റ് ഉണ്ടായിരിക്കണം, സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് എന്നുള്ള രീതിയിൽ വേണം പറയാം. പക്ഷേ നമ്മൾ തിരിച്ചും മറിച്ചുമൊക്കെയാണ് പറയുന്നത്. അതിനകത്ത് ഏറ്റവും എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ എവറിത്തിങ് ഈസ് ഹാപ്പനിങ് വിത്ത് ട്രമെൻഡസ് ഇൻക്രീസ്. ശരിക്കും പറഞ്ഞാൽ എവറിത്തിങ് ഈസ് ഇൻക്രീസിങ് ട്രമെൻഡസ്ലി എന്നുള്ള രീതിയിൽ അങ്ങ് പറഞ്ഞാൽ മതി. തേർഡ് വൺ എന്ന് പറയുന്നത് മദർ ടങ്ങിൽ നമ്മൾ ഓഫൺ തിങ്ക് ചെയ്തിട്ട് നമ്മളത് മൈൻഡിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇംഗ്ലീഷിലോട്ട് സംസാരിക്കുന്നത്. മദർ ടങ്ങിൻ്റെ ഇൻഫ്ലുവൻസ് വളരെയധികമായിട്ട് ഉണ്ട്. പിന്നെ ഫോർത്ത് വൺ റെപ്പറ്റീഷൻ, ആവശ്യമില്ലാത്ത രീതിയിൽ നമ്മൾ ആവശ്യമില്ലാത്ത വാക്കുകൾ റിപ്പീറ്റ് ചെയ്ത് പറയും. എക്സാമ്പിൾ ഫ്രം ദ പോം എന്ന് പറയുന്നത് വൈ ദ വേൾഡ് ഇസ് ഫൈറ്റിംഗ്, ഒറ്റ ഫൈറ്റിംഗ് എന്നുള്ള വാക്ക് മാത്രം മതി, വൈ ദ വേൾഡ് ഇസ് ഫൈറ്റിംഗ് എന്ന് മതി. ഈ റെപ്പറ്റീഷൻ എന്ന് പറയുന്നത് ഇന്ത്യൻസിൻ്റെ കോൺവെർസേഷണൽ ഹാബിറ്റ്സിൽ വരുന്നൊരു പ്രശ്നമാണ്. അൺനെസസറി ആയിട്ട് നമ്മൾ വേർഡ്സ് റിപ്പീറ്റ് ചെയ്ത് പറയും. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അൺനെസസറി ആയിട്ടുള്ള ഫോർമൽ ഫ്രേസസ് നമ്മൾ യൂസ് ചെയ്യും. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആവശ്യമില്ലാത്ത സമയത്ത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ ഓവറായിട്ട് യൂസ് ചെയ്യും. ഐ ആം അണ്ടർസ്റ്റാൻഡിങ്, ഹീ ഈസ് നോയിങ് എന്നൊക്കെ നമ്മൾ പറയുന്നു. ഹീ നോസ് അല്ലെങ്കിൽ ഐ അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ മതി. ആവശ്യമില്ലാത്ത ING നമ്മൾ എല്ലായിടത്തും ചേർത്ത് പറയും. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സീരിയസ് തീംസ് നമ്മൾ ബ്രോക്കൺ ഇംഗ്ലീഷിൽ മിക്സ് ചെയ്തിട്ട് പറയും. അതായത് ഇവിടെ ഈ പോയത്തിനകത്ത് പേട്രിയോട്ടിസത്തിനെ കുറിച്ച്, പീസിനെ കുറിച്ച്, ഗാന്ധിയെക്കുറിച്ചും നാഷണൽ ഇഷ്യൂസിനെ കുറിച്ചും ഒക്കെ ഇൻകറക്റ്റ് ഇംഗ്ലീഷിൽ ഭയങ്കര ഇൻഫോർമൽ ആയിട്ടുള്ള രീതിയിലാണ് പറഞ്ഞു പോയേക്കുന്നത്. അപ്പോൾ ലാംഗ്വേജ് ഭയങ്കര സൂപ്പർഫിഷ്യലായിട്ടാണ് ഈ ഒരു വർക്കിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. അതാണ് ഈ ഒരു വർക്കിനകത്ത് ഐറണി അല്ലെങ്കിൽ സറ്റയറും ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് സ്പീക്കറിന് ഇംഗ്ലീഷ് ഫുൾ ഓഫ് ഗ്രാമർ മിസ്റ്റേക്സും സ്ട്രേഞ്ച് ഫ്രേസസുമാണ്. അപ്പോൾ അയാൾ ടൈംസ് ഓഫ് ഇന്ത്യ വായിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അയാൾ എഡ്യൂക്കേറ്റഡ് ആണെന്ന് കാണിക്കാനും, പക്ഷേ അയാളുടെ സ്പീച്ച് ഫുള്ള് ഗ്രാമർ മിസ്റ്റേക്സും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പം പേട്രിയറ്റ് എന്ന് പറയുന്നത് ബ്രോക്കൺ ഇന്ത്യൻ ഇംഗ്ലീഷിനെ കുറിച്ച് കളിയാക്കിക്കൊണ്ടാണ് ഇതിനകത്ത് പറഞ്ഞു പോയേക്കുന്നത്. അതുപോലെ തന്നെ ഫേക്ക് ആയിട്ടുള്ള പേട്രിയോട്ടിസത്തിനെ കുറിച്ചുമാണ് പറഞ്ഞു പോയേക്കുന്നത്. മറന്നു പോകരുത്.